നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഇൻട്രോ വീഡിയോ ഒന്നുമില്ല. അതിൻ്റെ റീസണൊക്കെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലുക്കിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ഒരു എന്താ പറയുക, ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. ഇതൊരു ട്രയൽ വീഡിയോ പോലെ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഒത്തിരി അപാകതകൾ കാണും, തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിച്ച് കൂടെ കട്ടയ്ക്ക് നിന്നുകൊള്ളണം. പിന്നെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ എൻ്റെ ഐബ്രോ ഇതിനെക്കുറിച്ചൊക്കെ എന്താ ഐബ്രോ ഫില്ലിങ്ങിനൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ ഫേസിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുക. ആദ്യം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ CTM ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഞാൻ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വീഡിയോയിലൊക്കെ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഞാൻ സ്ക്രീനിൽ നോക്കിയായിരിക്കത്തില്ല കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. കാരണം ഈ സ്ക്രീനിൽ നോക്കി ചെയ്യുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ മിററിൽ നോക്കിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ CTM എങ്ങോട്ടും നോക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ CTM ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ ടൈം കൊടുക്കുക കേട്ടോ. ഓരോന്ന് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് ടൈം ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കോസാറക്സിൻ്റെ സ്റ്റെയിൽ മ്യൂസിൻ്റെ എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അടിപൊളിയായിട്ടോ. സ്കിന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ. ഇത് കുറച്ചെടുത്താൽ മതി. അടിപൊളി മോയ്സ്ചറൈസർ ആട്ടോ ഇത്. മോയ്സ്ചറൈസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. അതിൻ്റെ മോയ്സ്ചറൈസർ എന്ന് എഴുതിയിട്ടില്ല. അഡ്വാൻസ് നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. This essence helps the skin to lose less moist while keeping the skin smooth and healthy. എനിക്ക് ഭയങ്കര സ്കിൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഒട്ടും ഡ്രൈ ആവാണ്ട് ലൈക്ക് എന്താ പറയുക, ഒരു മോയിസ്റ്റ് ഫീൽ എപ്പോഴും കാണും ഫേസിൽ. സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ബാക്കിൽ റിംഗ് ലൈറ്റ് വെച്ചിരിക്കുന്നുണ്ട്, ഗ്ലെയർ അടിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മാറ്റിഫൈയിങ് സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് സംഭവം. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, അടിപൊളി സംഭവമാണിത്. മൈക്ക് ഞാൻ ടെറസിൽ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എത്രത്തോളം വോയിസ് ഡിസ്റ്റർബൻസ് അങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല. വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സത്യം ക്ഷണിക്കുക. ഞാൻ ആ CTMൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ മസ്റ്റായിട്ട് CTM ചെയ്ത് തുടങ്ങാത്തത് മസ്റ്റായിട്ട് CTM ചെയ്ത് തുടങ്ങും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നോക്കാം. CTM ചെയ്ത് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്, കാരണം എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ CTM ചെയ്യാത്തവരുണ്ടെങ്കിൽ CTM ചെയ്ത് തുടങ്ങുക. നമുക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എൻ്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയാവും നമ്മുടെ സ്കിന്ന് മാത്രമല്ല, നമ്മുടെ മേക്കപ്പും ഒക്കെ നമ്മൾ ചെയ്യുന്ന എന്താ പറയുക, ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നുമല്ല. നമ്മൾ നോർമൽ മേക്കപ്പ് ആണെങ്കിൽ പോലും അതൊക്കെ നല്ല ലോങ് സ്റ്റേ ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള CTM ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് പ്രൈമർ. ഞാനിവിടെ പ്രൈമർ യൂസ് ചെയ്യുന്ന കളർ ബാറിൻ്റെ പെർഫെക്റ്റ് മാച്ച് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്ന് ഭയങ്കര നല്ലതാട്ടോ ഇത്. ഈ പ്രൈമർ കുറച്ച് മതി പ്രൈമർ. ജസ്റ്റ് ഈ കുണ്ടും കുഴിക്കുള്ള ഭാഗത്ത് നിങ്ങൾ തേച്ച് കഴിയുമ്പോൾ കണ്ട അവിടെ ഒരു എന്താ പറയുക, ഒരു സാറ്റിൻ, നമ്മളെന്താ പറയുക, ഒരു സാറ്റിൻ ഫിനിഷാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഒരു സാറ്റിൻ ഫിനിഷാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തൊട്ട് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുണ്ടും കുഴിക്കുള്ളവർക്ക്, ഓപ്പൺ പോഴ്സൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. എൻ്റെ ഈ കുണ്ടും കുഴിയും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം, നമ്മളെപ്പോഴും പറഞ്ഞുള്ള ശീലമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഈ കുഴിയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്ന്. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ സത്യം പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടിരുന്നൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമ്മൾ തുടങ്ങും മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയതാണ്. എന്താ ഞാൻ കാണിച്ചതാവേ. ഇതാ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം. നിങ്ങളുടെ കയ്യിൽ ഏത് ലിപ് ബാമാണോ, നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലിപ്പിൽ ആദ്യമേ അതങ്ങ് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ് ആക്ച്വലി. എന്താ നമ്മളെല്ലാം ചെയ്ത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിട്ടിരിക്കും. ലിപ്സ്റ്റിക്കും നമ്മുടെ ചുണ്ടും നല്ല എന്താ പറയുക, ഒട്ടും ഡ്രൈ ആവാണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ചെയ്യണമായിരുന്നു, മറന്നുപോയതാണ്. അപ്പോൾ നമ്മൾ CTM കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏതോ ഒരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നതിലൊക്കെ എനിക്ക് റിക്വസ്റ്റ് വന്നൊരു സംഭവമാണ് ഐബ്രോ ഫില്ലിങ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ തക്കതായിട്ടൊന്നും ഇല്ല സംഭവം. ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
കാരണം എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാതെ എന്നെ അങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, അവർക്ക് ആർക്കും അറിയില്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഞാൻ പറയുമ്പോഴും ഓരോരുത്തർ ഞെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതുപോലെയൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര സംഭവം എന്നല്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ ഞാനിത് തൽക്കാലം ഒരു ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടർ ഇട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണേ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്നും കൂടെ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മാത്രം ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യഥാർത്ഥ കോലം മനസ്സിലാകും. കണ്ടോ, ഇതാണ് എൻ്റെ ഐബ്രോസ് അഥവാ പുരികം. ഇതാണ് എൻ്റെ പുരികം. എനിക്ക് മൈക്രോബ്ലേഡിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ പേടി, അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ പലരും പറഞ്ഞു മൈക്രോബ്ലേഡിങ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ CTM എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഐ മേക്കപ്പ്, അതായത് ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫേസിൽ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യണേട്ടോ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഞാൻ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് അവിടെ അബുദാബിയിൽ റിമ്മൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിൽ ബ്രൗൺ കളർ, ബ്ലാക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ബ്ലാക്ക് യൂസ് ചെയ്താൽ ശരിക്കും നമ്മൾ വരച്ച് വെച്ച പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ കോഴ്സൊക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഓരോന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു സീരിയസ്ലി. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ പാലറ്റാണ്, ഐബ്രോ പാലറ്റാണ് കേട്ടോ. ഇത് PSCയുടെ ആണ്. ഇത് ഞാൻ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തത് അപ്പുറത്ത് റൂമിലായിപ്പോയി മാറ്റ് ലുക്കിൻ്റെ ആണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് തന്നെ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. ഇതുപോലൊരു ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ബ്രഷ് ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതിൽ ഓൾറെഡി ബ്രഷ് ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം കാണിക്കുന്നത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ്. ഞാനിത് എടുക്കാൻ പോകുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ അങ്ങനെ കാണുന്നല്ലോ, ഒട്ടും എനിക്ക് പുരികില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരച്ച് വെച്ച പോലെ ഇരിക്കരുതല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഫില്ല് ചെയ്യാനാണെങ്കിൽ അത് മാത്രമേ കാണത്തുള്ളൂ, അതിന് നടക്കോട്ടും വളത്തോട്ടൊന്നുമില്ല. ഒന്ന് മുകളിലൊന്ന് ചെറുതായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രോഡക്റ്റ് എടുക്കുക കേട്ടോ. ജസ്റ്റ് നിങ്ങളിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് തട്ടി എപ്പോഴും ശ്രദ്ധിക്കണം, പ്രോഡക്റ്റ് ഒത്തിരി എടുത്താൽ നമ്മൾ ആദ്യം പൊത്തരുത്. വ്യത്യാസം കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തൊരു ബ്രഷ് പോലെ ഉണ്ട്, സ്പ്യൂളി അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചീക്കി കൊടുക്കുക. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കരുത് കേട്ടോ. ഞാൻ പണ്ട് പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കങ്ങനെ വൃത്തിയായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല, അത് നല്ലതായിട്ട് തന്നെയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ചെയ്യാനാണ്, നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. പ്രോഡക്റ്റ്സ് വളരെ കുറച്ച് യൂസ് ചെയ്യുക. ഒരുവൻ ത്രെഡ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതുകൊണ്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ആ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്കും കൂടെ ഫില്ല് ചെയ്ത് തരാവേ. എങ്ങനെയുണ്ട് സംഭവം? റെഡി ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ പാലറ്റ് യൂസ് ചെയ്യുന്നതാണ്, ഞാൻ പാലറ്റ് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഭയങ്കര ഈസി ആപ്ലിക്കേഷനാണ്, ഓവറായിട്ടൊന്നും വരത്തില്ല. ഓവറായിട്ടൊരു പ്രോഡക്റ്റ് എടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബ്രോ ഫില്ലിങ് കഴിഞ്ഞു. അടുത്ത എന്താ, നമുക്ക് നെക്സ്റ്റ് ഐ മേക്കപ്പ് ചെയ്യാം. നിങ്ങൾക്കുണ്ടല്ലോ ലെൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ലെൻസ് ഇട്ടോളണം കേട്ടോ. ആദ്യം തന്നെ ഇടുന്ന നല്ലത്. ഈ സമയത്ത് നല്ല ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലെൻസൊക്കെ ഇഷ്ടമുള്ളവർ അതൊക്കെ ആദ്യമേ ഇടുക. ഞാനിപ്പോൾ ലെൻസൊന്നും വെക്കുന്നില്ല. എൻ്റെ കണ്ണിൽ ഓൾറെഡി ലെൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പവർ ലെൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു 10-15 വർഷമായിട്ട് പവർ ലെൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ ഓൾറെഡി ലെൻസ് ഉണ്ട്. കളർ ലെൻസ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല വർക്കിന് വേണ്ടിയിട്ടല്ലാതെ. ഞാൻ വർക്കിന് വേണ്ടി വാങ്ങിച്ചത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു സജഷൻ പറയാം. ഫ്രഷ് ലുക്കിൻ്റെ അടിപൊളിയാണ് കേട്ടോ ലെൻസ്. ഫ്രഷ് ലുക്കിൻ്റെ ലെൻസ് സൂപ്പറാണ്. അതിൽ പ്യുർ ഹേസൽ എന്നൊക്കെ പറഞ്ഞ എന്താ പറയുക ഷെയ്ഡ് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കൺസീലർ, നമ്മുടെ മെബിലിൻ്റെ കൺസീലർ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കാരണം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല കറുപ്പുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലൊരു സെറ്റിംഗ് പൗഡറും കൂടെ ഒന്ന് ഇട്ടോളാം കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡെയിലി ഫോളോവറിൻ്റെ ഒരു ഷെയ്ഡാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ആ ഒരു കണ്ണിൻ്റെ ഒരു മുകളിൽ കറുപ്പ് ഒന്ന് മാറിയില്ലേ. ഇനി അടുത്ത് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് ആക്ച്വലി ഇത് എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പാലറ്റ് ഞാൻ പുറത്ത് റൂമിലിരിക്കുന്നതാണ് ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ തൊട്ടടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെയിലി ഫോറവറിൻ്റെ ആണ്. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് എനിക്ക് എന്തോ അങ്ങോട്ട് കളർ അറിയുന്നില്ല. പക്ഷേ അല്ലാതെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഷെയ്ഡ് പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഞാനിതിൽ ഈ ഒരു ഷെയ്ഡ് കേട്ടോ, ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ ഓക്കെ. ഈ ഒരു ഷെയ്ഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലിറ്ററി ഫോക്കസ് ആവുന്നില്ല തരുന്നതാണ്. ജസ്റ്റ് ലൈറ്റായിട്ട് അയ്യോ എന്തൊക്കെ താഴെ പോയി. ഓക്കെ. ജസ്റ്റ് ലൈറ്റായിട്ട് ഞാനിങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ? കൈ വെച്ചാണ് നിങ്ങളൊന്ന് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ കേൾക്കുന്നത് എൻ്റെ മക്കൾ ചിലക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നതാണ്. യെസ്, എൻ്റെ ഇടയിൽ ആദ്യം വന്നതാണ്. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഐ മേക്കപ്പ് കഴിഞ്ഞു വെച്ചാൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കണ്ണെഴുതാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. ഞാൻ റെനയുടെ കോൾ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ താഴെ അണ്ടർ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു കണ്ണിന് നല്ലൊരു എടുപ്പ് കിട്ടും കേട്ടോ. കണ്ടോ? ഈ ഒരു കണ്ണും ഈ ഒരു കണ്ണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാവും കേട്ടോ. ഇനി ഞാൻ കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കുവാണിത്. റീകോഡിൻ്റെ ഐലൈനറാണ് കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ പണ്ട് പോലെ കണ്ണിൻ്റെ മുകളിൽ എഴുതും കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണിന് താഴെ, പക്ഷേ കണ്ണിന് താഴെ ഞാൻ മസ്റ്റായിട്ട് എഴുതും. എനിക്ക് അല്ലെങ്കിൽ പനി പിടിച്ച പോലെ ഇരിക്കും. കണ്ണിന് താഴെ ഞാൻ എന്തായാലും എഴുതും, എന്താ സംഭവിച്ചാലും എഴുതും. പക്ഷേ മുകളിൽ ഞാൻ ചില മൂടാണ്. അപ്പോൾ നമ്മളിതാ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. ഇത് ഞാൻ മെബിലിൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് സംഭവം. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് നമ്മൾ ചത്തിരിക്കുന്നൊരു കണ്ണ് പെട്ടെന്ന് ഉണർന്ന പോലെ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ശരിക്കും നോക്കിയേ, ഈ ഒരു കണ്ണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഇപ്പുറത്തും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ഐ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഫേസിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പിന്നെ ചെയ്തില്ല, ഞാൻ ഇപ്പോൾ ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോളോ ഔട്ട്സ് വരും. അതായത് അതിൻ്റെ പൊടികളും തരികളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ വീണ് കിടക്കും. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്താലും എൻഡ് റിസൾട്ട് വന്നിട്ട് കച്ചറായി പോകും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യണം. എനിക്കിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും ഫോളോ ഔട്ട്സ് ഒന്നുമില്ല. കാരണം ഞാൻ ഐ ഷാഡോ ഒക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫോളോ ഔട്ട്സും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ക്ലിയർ ചെയ്തൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫേസിൽ നമ്മൾ പ്രൈമർ ഇട്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കളർ കറക്ഷനാണ്. എനിക്ക് കളർ കറക്ഷൻ അത്യാവശ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും അതും ഇതും ചോറൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സംഭവം കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർമാ കളറിൻ്റെ ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. കുറേശ്ശെ എടുത്താൽ മതി. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യേണ്ടത് അവിടെ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കളർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞു ഫേസിൽ. ഇനി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 03 എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മോയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ കറക്ഷൻ ചെയ്തെടുത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാം. തൂത്ത് പറക്കി കളയരുത്, ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് പൊടിക്ക് കൂടിയ പോലെ തോന്നും, പക്ഷേ നല്ലപോലെ ഒന്ന് ഡാബ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പൊടിക്ക് ലൈറ്റായി പോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഫൗണ്ടേഷനിൽ പിടിക്കാം. ഫൗണ്ടേഷൻ അതാ പറഞ്ഞാൽ, ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് എടുത്തില്ലെങ്കിൽ ഫൗണ്ടേഷൻ ലൈറ്റർ ആയി കഴിഞ്ഞാൽ ആകെ കുളമാകും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താ പറയുക, മെബിലിൻ്റെ ഫിറ്റ്മിയുടെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 312 എൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇത് കറക്റ്റ് എനിക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ആ ഷെയ്ഡ് മിക്സിങ് കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ, ഫൗണ്ടേഷൻ്റെ വീഡിയോയിൽ ഷെയ്ഡ് മിക്സിങ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുത്താലും കറക്റ്റ് കളർ കിട്ടും, നിങ്ങൾക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഷെയ്ഡ്? ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നെറ്റിയിലിടാതെ നിങ്ങൾക്ക് വ്യത്യാസം കാണാനാണ്. ഇപ്പോൾ ഞാൻ ഫേസിലിട്ടിരിക്കുന്നതും നമ്മൾ നെറ്റിയിൽ നേരത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയി പോയില്ലേ കൺസീലർ. ഇപ്പോൾ ഫേസിലും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ റൈറ്റ് എൻ്റെ കറക്റ്റ് ഷെയ്ഡിലേക്ക് ആയില്ലേ ഫേസ്? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നെറ്റിയിലും കൂടെ ബാക്കി അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി കൺസീലർ ലൈറ്റ് മോയൻ എന്ന് പറയുന്നത് ഞാൻ വർക്കിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഓക്കെ ആയിരിക്കും എന്ന് കരുതി ആ ഷെയ്ഡ് ഒരു പൊടിക്ക് ലൈറ്റായി പോയി, അതാ സംഭവം. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിനക്ക് സംഭവിക്കും. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇതിൽ കാണുമ്പോൾ ഈ ലൈറ്റും റിംഗ് ലൈറ്റ് എല്ലാം കൂടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ലൈറ്റായിട്ട്. പക്ഷേ പക്കയാണ്. എനിക്ക് എൻ്റെ മിററിൽ നോക്കുമ്പോൾ എനിക്കത് പക്ക ഷെയ്ഡാണ്. നെക്കിലൊക്കെ ഒന്ന് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒറ്റ ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ലൈറ്റിലെല്ലാം ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ, പക്ഷേ എനിക്ക് പെർഫെക്റ്റാണിത്. അടിപൊളി. അപ്പോൾ ഫേസ് നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ മാതിരി കോണ്ടോറിങ് ഇതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി പാർട്ടി മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ. ഇത് നമുക്കതല്ലാതെ ഒരു സിമ്പിളായിട്ട്, തീരെ സിമ്പിളല്ല ഇത്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ പറഞ്ഞ മാതിരി പാർട്ടി മേക്കപ്പ് ചെയ്യുമ്പോൾ കോണ്ടോർ ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം, ഇതെല്ലാം വരും. ഞാൻ അതിലോട്ടൊന്നും ഇപ്പോൾ ഇന്ന് പോകുന്നില്ല. ഇതിപ്പോൾ ഇത്രയും ഫൗണ്ടേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ബ്ലഷാണ്. ബ്ലഷ് വന്നിട്ട് ഇത് പണ്ട് ഞാൻ കാണിച്ചിട്ട് തീർന്നു. എൻ്റെ നോക്കി തീർന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. ഇൻസൈറ്റിൻ്റെ ആണ് ചീക്ക് ടിൻ ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് സംതിങ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ അടിപൊളി സംഭവം. തീർന്നുണ്ട്, കഴിഞ്ഞു. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. തൊട്ടാൽ മതി കേട്ടോ, തൊട്ടാൽ മതി. അപ്പം തന്നെ സംഭവം കണ്ടോ? ഇങ്ങനെ നാച്ചുറൽ ഫിനിഷാണ്. കണ്ടോ? ഇതായിട്ടില്ലേ? അപ്പോൾ ഇനി എൻ്റെ നോസ് പിന്നിലൊക്കെ കയറിയിരിക്കണുണ്ടോ? അതൊക്കെ നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യണം കേട്ടോ. നോസ് പിന്നൊക്കെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്, കാരണം ഇതെല്ലാം കയറി അവിടെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ മതി ആക്ച്വലി. നമ്മൾ ഒരു എന്താ പറയുക, ഒരു സാധാ ഒരു ലുക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഫേസ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലോട്ട് പോവാം. ഫൈനലി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോവാം. എന്തൊക്കെയാണോ പറയുന്നത്? എന്താ പറയുക, എനിക്ക് എപ്പോഴായിപ്പോൾ ഇത് ഇന്ന് വീക്കെൻഡ് പിള്ളേരെ കൂടെ പുറത്ത് പോകുന്നുണ്ട്. രണ്ടും കൂടെ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് കാണിക്കുമ്പോഴും ബാക്കിൽ വന്നിട്ട് രണ്ടുപേരും കൂടെ എന്നെ ചൊറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ അടിപൊളി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഇനി നമുക്ക് ആ ചുണ്ടിൽ നമ്മൾ തേച്ചാൽ ലിപ് ബാം പതുക്കെ അങ്ങോട്ട് തൂത്തെടുത്തോ. ഞാൻ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. 23 മൗറീഷ്യസ് എന്ന് പറഞ്ഞിട്ട്. ലിപ് ലൈനർ വന്നിട്ട് നൈക്കയുടെ ആണ്. ഒന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതുപോലെ ലിപ് ലൈൻ ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എല്ലാം സദയം ക്ഷമിക്കുക. എൻ്റെ മക്കൾസ് നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ ഇനി ഞാൻ പോയി ഡ്രസ്സ് ചെയ്ത് ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ.
ടഡാൻ. അപ്പം ഞാൻ പൊട്ടൊക്കെ തൊട്ട് ഡ്രസ്സെല്ലാം മാറി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മെയിൻ ഒരു സംഭവം മറന്നുപോയി. ഞാൻ വളരെ നേരത്തെ പിള്ളേരെല്ലാം കൂടെ വെള്ളം വെച്ചപ്പോൾ വിട്ടിട്ട് ഇറങ്ങി ഓടിയതാണ്. സെറ്റിംഗ് പൗഡർ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഫൗണ്ടേഷനെല്ലാം ഇട്ട് നിർത്തിയിട്ട് എന്താ പറയുക ബ്ലഷ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ സെറ്റിംഗ് പൗഡർ മസ്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ആണ് കേട്ടോ. മാഴ്സിൻ്റെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിംഗ് പൗഡറും ഇട്ടു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ചൂടത്ത് നമ്മുടെ എത്ര എന്താ പറയുക ഹെവി മേക്കപ്പ് ആണെങ്കിലും ലൈറ്റ് മേക്കപ്പ് ആണെങ്കിലും എല്ലാം നമ്മൾ അത്യാവശ്യം ഒന്ന് ലോങ് സ്റ്റേ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്നവരെ ആ ഒരു ലുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈനലി നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് സെറ്റിംഗ് സ്പ്രേ. അപ്പോൾ ഞാനിത് മാറ്റിഫൈങ് സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ ഒരു ലുക്ക് ഫിനിഷായിട്ടുണ്ട്. ഈ ലുക്ക് ഫിനിഷ് ആവാൻ ഒരു സംഭവം കൂടെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. സിന്ദൂരം, അത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പം തൊട്ട് ബാക്കിൽ റിംഗ് ലൈറ്റ് വെച്ചിരിക്കുന്ന കാരണം ആ ഒരു ലൈറ്റും എല്ലാം കൂടെ വന്നിട്ടായിരിക്കും ഈ ഒരു, പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഈ മിററിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഫേസൊക്കെ നല്ല രീതിയിൽ കവറായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും വലിച്ചു വാരിയിട്ടിട്ടില്ല. ഐ മേക്കപ്പ് സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഐ മേക്കപ്പ് ഫുള്ളായിട്ട്, ഐ മീൻ ഐഷാഡോ മാത്രമല്ല കണ്ണെഴുതിയിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. വേറെ എന്തെങ്കിലും ലുക്ക് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അണ്ടിൽ ദെൻ ബൈ.